നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസം 4-ാം തീയതി 1201 ആണ്ട് കർക്കിടക മാസം 19-ാം തീയതി ചൊവ്വാഴ്ച. ചൊവ്വാഴ്ചയാണ്. രേവതി നക്ഷത്രമാണ്. ഷഷ്ടിയാണ്. ചൊവ്വാഴ്ചയും ഷഷ്ടിയും കൂടി വന്നിരിക്കുകയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ മുരുകന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഷഷ്ടിവ്രതം നോക്കുന്നവർക്ക് ഏറ്റവും ഗുണപ്രദമായ ചൊവ്വാഴ്ചയും കൂടി വന്നതുകൊണ്ട് കൂടുതൽ പ്രീതി ഉണ്ടാവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്ന രേവതി ശുഭനക്ഷത്രമാണ്. പക്ഷെ ചൊവ്വയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ചൊവ്വ നമ്മൾ സൂക്ഷിച്ചിടപെടേണ്ട ഒരു ഗ്രഹമാണ്. ഭൂമികാരകനാണ് ചൊവ്വ, അഗ്നികാരകനാണ് ചൊവ്വ. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ചൂടാണ്, തീയാണ്. അപ്പോൾ അഗ്നി ആയതുകൊണ്ട് എന്ത് ചെയ്യും? വളരെ സൂക്ഷിക്കണം. തീപ്പൊള്ളലുണ്ടാവാം, ആക്സിഡൻറ്റ് വരാം, പലതരത്തിലുള്ള അതൃപ്തി. അപ്പോൾ പരോക്ഷമായാലും പ്രത്യക്ഷമായാലും ശത്രുക്കളുടെ എണ്ണം കൂടും. ഇതൊക്കെ ശ്രദ്ധിച്ച് പോവേണ്ട ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടിയ ഒരു കാര്യം ചെയ്യാവൂ. നക്ഷത്രം കൊള്ളാം, ദിവസം നല്ലതല്ല. അതുകൊണ്ട് നമുക്കൊരു സുഖദുഃഖ സമ്മിശ്ര ഫലത്തെ ചെയ്യുന്ന ദിവസമാണ്. സൂക്ഷ്മതയോടുകൂടി വേണം ഇന്നത്തെ ദിവസത്തെ വരവേൽക്കാൻ. അതുപോലെ തന്നെ നമ്മൾ വാർഷിക ഫലത്തെ, അതായത് ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്ന കർക്കിടക മാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബർത്ത്ഡേ നോക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ് ബർത്ത്ഡേ വന്നിരിക്കുന്നത്. പലതരത്തിലുള്ള വിഷമാവസ്ഥകളെ കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വിഷമ അവസ്ഥകൾ, അതായത് രോഗായ ദുരിതം, ആക്സിഡൻറ്റ്, രക്തസംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ശരിക്ക് ശത്രുഭയം ഉണ്ടാവുക, കേസ് വഴക്കുകളിൽ കുടുങ്ങുക. അപ്പോൾ വ്യവഹാരങ്ങൾ, അത് കോടതിയായാലും ശരി, പോലീസ് സ്റ്റേഷനിലായാലും കയറി ഇറങ്ങേണ്ടി വരിക, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫലങ്ങൾക്ക് ഇടവരുന്ന കാലഘട്ടമാണ് ഈ ഒരു വർഷം നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ചൊവ്വയുടെ ദേവനായ മുരുകനെ തന്നെ പിടിക്കണം. സർവ്വസൈന്യാധിപനാണ്. ഇതൊരു വല്ലാത്ത, ഈ ഓരോ ദേവതകളും ഓരോ എനർജിയാണ്. നമ്മളൊരു മരുന്ന് പോലെ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ചില ധാതുക്കളുടെ കുറവ് വരും. അത് ചിലപ്പോൾ അയണിൻ്റെ കുറവ് വരും, പ്രോട്ടീൻ്റെ കുറവ് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും കുറവ് ഇങ്ങനെ വരുമ്പോൾ നമ്മളതിനെ പരിഹരിക്കാൻ വേണ്ടി അത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുപോലെ ശരിക്ക് പറഞ്ഞാൽ ഓരോ എനർജിയാണ് ഓരോ ഗ്രഹങ്ങൾ. അപ്പോൾ ആ എനർജിയെ പരിഹരിക്കുമ്പോൾ ഇത് ക്ലിയർ ആവും. അതിനു വേണ്ടിയാണ് മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം ചെയ്യുക, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവയൊക്കെ നടത്തുക. അതുപോലെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം നമുക്ക് പ്രൊട്ടക്ഷനായി, അതൊക്കെ ഒരു കവചമായി ധരിക്കുക. അപ്പോൾ ഇതൊന്നും നമുക്ക് ഏക്കാതെ ഇതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ പരിഹാരം ചെയ്തുകൊണ്ട് എല്ലാത്തിനും പ്രതിവിധി ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഏകദേശ രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതുപോലെ, അപ്പം നമുക്ക് കുറച്ച് വേദനയൊക്കെ അനുഭവിച്ചിട്ടേ രോഗം തീരുള്ളൂ. അതുപോലെ കുറച്ച് തടസ്സഭാവങ്ങളിലൂടെ അതങ്ങ് പൂർത്തീകരിക്കാനിട വരും. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിനിറങ്ങും. ചെറിയ വീഴ്ച, അപകടങ്ങൾ, തീപ്പൊള്ളൽ ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, വാഹനം കൈകാര്യം ചെയ്യുന്ന പ്രധാനമായി ഡ്രൈവിംഗ് ജോലികൾ ചെയ്യുന്നവർ, അഗ്നി കൈകാര്യം ചെയ്യുന്നവർ, അതായത് കുക്കിംഗ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അതുപോലെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ ഒക്കെ കുറച്ച് കൂടുതൽ കെയർഫുള്ളായിട്ടിരിക്കണം. അപ്പോൾ അതിന് പ്രധാനമായി നമ്മൾ ഓരോ കാര്യത്തിൽ നിൽക്കുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാലം ഉച്ചയ്ക്ക് ശേഷമാണ് പറഞ്ഞത്. ഇവിടെ രാഹുകാല സമയം 3:37 തൊട്ട് 5:10 വരെയാണ് രാഹുകാലം. 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3:37 തുടങ്ങുകയുള്ളൂ. 5:13 വരെ ഉണ്ട് താനും. അപ്പോൾ ആ രാഹുകാല സമയത്തുള്ള യാത്ര ആരംഭം തുടങ്ങുന്നത് ഒഴിവാക്കുക. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാലവും ശ്രദ്ധിക്കുക. 12:31 തൊട്ട്
2-4 വരെ ഗുളികകാല സമയവും, അതേപോലെ 9:24 തൊട്ട് 10:57 വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്, ഒരു ശുഭകാര്യത്തിനും തിരഞ്ഞെടുക്കരുത്. അതുപോലെ ജാതക പ്രകാരം തന്നെ നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് വരുന്ന ഒരവസ്ഥ. ചില ദിവസങ്ങളിൽ നമുക്ക് ഇനി എത്ര കൊള്ളൂലെങ്കിലും ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഇന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നാളെ നമുക്കത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരുന്ന സമയത്ത് ആചാര്യന്മാർ നീ അഭിജിത്ത് മുഹൂർത്തത്തെ എടുത്തുകൊള്ളുക, അതിനു വേണ്ടി ഒരു നല്ലൊരു മുഹൂർത്ത രാശി നമുക്ക് തന്നിരിക്കുകയാണ് അഭിജിത്ത്. ആ അഭിജിത്തിനെ നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക. അപ്പോൾ ആരുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരാളിനെ പകരക്കാരനായി വിളിക്കും. നമുക്ക് ഇപ്പോൾ ഡ്രൈവർ നമുക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ വയ്യ, നമ്മൾ ഡ്രൈവറെ വിളിച്ച് യാത്ര പോകുന്നത് പോലെ നമുക്ക് ഒരു അഭിജിത്ത് മുഹൂർത്തത്തെ എടുത്തുകൊള്ളുക. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 12:07 തൊട്ട് 12:55 വരെ വരുന്ന സമയത്തിനുള്ളിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഈ സമയം യൂസ് ചെയ്യണം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് ചൊവ്വ എന്ന് പറയുമ്പോൾ അഗ്നിയാണ്, ആ ചൂട് ഏക്കാതിരിക്കാനും എന്നാൽ നമുക്ക് ചൊവ്വയുടെ പവർ കിട്ടിയും വേണം. അതിനു വേണ്ടിയാണ് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാൻ പറയണേ. കുറച്ചെങ്കിലും നമ്മുടെ ശരീരത്തിൽ റെഡ് കളറ് ഉണ്ടാവണം. ചുവന്ന കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഭാഗ്യദായകമായ അവസ്ഥ നമ്മളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ, ഭൂമികാരകനായ ചൊവ്വയുടെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.